എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 63 ശ്ലോകം 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53 11 ശ്ലോകങ്ങളെ ഇന്ന് നമുക്ക് നോക്കാം. ഈ 11 ശ്ലോകങ്ങളോട് കൂടിയിട്ട് 63ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. മഹാദേവന്റെ സ്തുതി തുടരണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 43. അഹം ബ്രഹ്മാധ വിബുധ മുനയശ്ചാമലാശയാഃ സർവാത്മനാ പ്രപന്നാസ്ത്വാം ആത്മാനം പ്രേഷ്ഠം ഈശ്വരം. ഹേ ഭഗവൻ, ഞാനും ബ്രഹ്മാവും ദേവന്മാരും സദാ ബ്രഹ്മധ്യാനത്തിലിരിക്കുന്ന മുനികളും പരമപ്രേമ സ്വരൂപനും ആത്മാവും നേതാവുമായിരിക്കുന്ന നിന്തിരുവടിയെ തന്നെ ശരണം പ്രാപിച്ചവരാകുന്നു. തം ത്വാ ജഗസ്ഥിത്യുദയാന്തഹേതും സമം പ്രശാന്തം സുഹൃദാത്മദൈവം അനന്യമേകം ജഗതാത്മകേതം അവാപവർഗായ ഭജാമദേവം. നിന്തിരുവടിയെ തന്നെയാണ് ഭജിക്കേണ്ടത് എന്നുള്ളത് അതാ ഉറപ്പിച്ചു പറയണം. കാണപ്പെടുന്ന സകലതും സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നവനും എല്ലാറ്റിലും ഒരുപോലെ വിളങ്ങുന്നവനും ഏതവസ്ഥയിലും അല്പവും ക്ഷോഭിക്കാതെ പ്രശാന്തനായിരിക്കുന്നവനും അത്യന്തം ഹിതകാരിയും അന്തരാത്മാവും ഈശ്വരനുമായിരിക്കുന്നവനും ആത്മാവിൽ നിന്ന് അഭിന്നനും സജാതീയ വിജാതീയ ഭേദരഹിതനും ലോകങ്ങൾക്കും ജീവാത്മാക്കൾക്കും അധിഷ്ഠാനഭൂതനും സൃഷ്ട്യാദിലീലകളാൽ ക്രീഡിക്കുന്നവനുമായ ആ നിന്തിരുവടിയെ ഞങ്ങൾ ഭജിക്കുന്നു. അയം മമേഷ്ടോ ദയിതോനുവർത്തി മയാഭയം ദത്തമമുഷ്യദേവ സമ്പാദ്യതാം തൽഭവത പ്രസാദോ യഥാഹിതേ ദൈത്യപദോ പ്രസാദ. ഹേ ദേവ, ഈ ബാണാസുരൻ എന്റെ ഇഷ്ടനും അനുചരനും ദയയ്ക്ക് പാത്രീഭൂതനുമാണ്. ഇവന് ഞാൻ അഭയം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങും ഇവനിൽ അസുരാധിപതിയായ പ്രഹ്ലാദനിൽ എന്ന പോലെ പ്രസന്നനായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് കേട്ടപ്പോ മഹാദേവൻ ഇങ്ങനെ പറയണ കേട്ടപ്പോ ഭഗവാൻ അതിന് മറുപടി പറയണം. ശ്രീ ഭഗവാൻ ഉവാച യഥാർത്ഥ ഭഗവൻ ത്വം ന കരവാമ പ്രിയം തവ ഭവതോ യദ്വസിതം തന്മേ സാത്വനുമോദിതം. ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ അരുളി ചെയ്യാണ്. മഹാദേവനെ ഇതാ അതേപോലെ തന്നെ സംബോധന ചെയ്യണു. ഹേ ഭഗവൻ, ഭഗവാന്റെ അഭിപ്രായം എന്തായാലും അങ്ങയുടെ പ്രിയമായിരിക്കുന്ന അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അങ്ങ് എന്തെല്ലാം ചെയ്തുവോ അതിനെ എല്ലാം ഞാൻ അനുമോദിക്കുന്നു. അവധ്യോയം മമാപ്യേഷ വൈരോ ജനിസുതോസുര പ്രഹ്ലാദായ വരോ ദത്തോ നവധ്യോ മേ തവാന്വയ. ഇവനെ കൊല്ലണത് എനിക്കും ഉചിതമല്ല എന്ന് പറയാണ് ഭഗവാൻ. എന്തുകൊണ്ടെന്നാൽ ഇവൻ മഹാബലിയുടെ പുത്രനല്ലേ. മഹാബലി എന്നിൽ വളരെ ഭക്തിയുള്ളവനാണ്. മഹാബലിയുടെ അച്ഛൻ വിരോചനനും എന്റെ ഭക്തനാണ്. വിരോചനന്റെ അച്ഛനായ പ്രഹ്ലാദനോ എന്റെ ഭക്തന്മാരിൽ വെച്ച് ഉത്തമൻ. പ്രഹ്ലാദന് ഞാൻ ഒരു വരം കൊടുത്തിട്ടുണ്ട്, നിന്റെ വംശത്തെ ഞാൻ വധിക്കില്ല എന്ന്. അതുകൊണ്ട് ഇവനെ ഞാൻ വധിക്കില്ല പറയാ. ദർപ്പോപശമനായാസ്യ പ്രവൃക്ണാബാഹവോ മയാ സുദിതം ജബലം ഭൂരി യച്ച ഭാരായിതം ഭുവ. എന്നാല് ഇവന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി ഞാൻ കൈകളെ മുറിച്ചു.
പിന്നെ അവന്റെ വലിയ അതിഭയങ്കരമായിട്ടുള്ള സൈന്യത്തെ നശിപ്പിക്കുകയും ചെയ്തു. അത് മാത്രല്ല, ഈ സൈന്യങ്ങളുണ്ടല്ലോ ഭൂമിക്ക് ഭാരമായിട്ടാ ഭവിച്ചത്. ചത്വാരോസ്യ ഭുജാശിഷ്ട ഭവിഷ്യന്ത്യജരാമരാ പാർഷദമുഖ്യോ ഭവതോ നകുതശ്ചിൽ ഭയോസുര. മുറിച്ചു കളയാതെ ശേഷിച്ചിരിക്കുന്ന ഇവന്റെ ഈ 4 കൈകള് വളരെ ശക്തിമത്തായിട്ടുള്ളതാണ്. അത് നാശമില്ലാത്തവയും ആയിരിക്കും. അങ്ങയുടെ പാർഷദന്മാരിൽ വെച്ച് മുഖ്യനായിരിക്കുന്ന ഈ അസുരന് ഒന്നിൽ നിന്നും ഭയം ഇനി ഉണ്ടാവില്ല. ഇതിലഭയം കൃഷ്ണം പ്രണമ്യ ശിരസാസുര പ്രാദ്യം നിം രഥമാരോപ്യ സവധ്വാ സമുപാനയൽ. ഇങ്ങനെ അഭയം സിദ്ധിച്ച ഉടനെ ബാണാസുരൻ സന്തോഷായി. ബാണാസുരന് അപ്പൊ അഭയം സിദ്ധിച്ചുല്ലോ. ഉടനെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ അനിരുദ്ധനെയും ഉഷയെയും ഒരു തേരിൽ കയറ്റി ഭഗവാന്റെ മുമ്പിൽ അങ്ങോട്ട് സമർപ്പിച്ചു ബാണാസുരൻ. അക്ഷൗഹിണ്യാപരിവൃതം സുവാസസമലങ്കൃതം സപത്നീകം പുരസ്കൃത്യ യയോ രുദ്രാനുമോദിത. പരമശിവൻ ശ്രീകൃഷ്ണനെ വളരെ നന്നായിട്ട് അനുമോദിച്ചു. ശിവന്റെ അഭിപ്രായ പ്രകാരം ബാണന്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചുല്ലോ. അപ്പൊ അതുകൊണ്ട് മഹാദേവനും സന്തോഷിച്ചു. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ അനുമോദിച്ചു. വസ്ത്രാലങ്കാരങ്ങളാൽ ഏറ്റവും അലങ്കരിച്ചവനും പത്നിയായ ഉഷയോട് ചേർന്നവനുമായ അനിരുദ്ധനെയും സൈന്യങ്ങളെയും മുമ്പിൽ നടത്തിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയി. അങ്ങനെ ആ വരന്റെ വേഷവിധാനങ്ങളോടെ ഉള്ള സുന്ദരനായ അനിരുദ്ധനും അതിസുന്ദരിയായ ഉഷ എല്ലാ വിവാഹ വേഷങ്ങളോടൊക്കെ കൂടിയിട്ട് അങ്ങനെ ഉഷാനിരുദ്ധ ദമ്പതികളെ മുമ്പിൽ നടത്തിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയി. സ്വരാജധാനിം സമലങ്കൃതാം ധ്വജൈ സതോരണൈരുക്ഷിതമാർഗചത്വരാം വിവേശ ശംഖാനകദുന്ദുഭിസ്വനൈ അഭ്യുദ്യുത പൗരസുഹൃദിജാതിഭി. അങ്ങനെ ബാണാസുരനെ ജയിച്ച് ഉഷയോടും അനിരുദ്ധനോടും കൂടി ഭഗവാൻ വരുന്ന വർത്താനം അറിഞ്ഞു പുരവാസികള്. അവർക്കും വളരെ സന്തോഷായി. ആ പട്ടണങ്ങളെയൊക്കെ കൊടിക്കൂറ തോരണങ്ങളെ മുതലായ കൊണ്ടൊക്കെ അലങ്കരിച്ചു. പാതകളിലെ ചന്ദനം കർപ്പൂരം മുതലായ സുഗന്ധദ്രവ്യങ്ങൾ കലക്കിയ വെള്ളം തെളിച്ച് പൊടിയൊക്കെ മാറ്റി ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്ന ദ്വാരകാപട്ടണത്തിന്റെ സമീപത്തില് ഭഗവാൻ എത്തിയപ്പോഴേക്കും പട്ടണവാസികളായ സാധാരണ സകല ജനങ്ങളും ഭഗവാനിൽ പ്രത്യേകം ശ്രദ്ധയോടെയിരിക്കുന്ന ഭക്തന്മാരും ബ്രാഹ്മണരും ശംഖം ഭേരി ദുന്ദുബി മുതലായ വാദ്യഘോഷങ്ങളോടുകൂടി വന്ന് ഭഗവാനെ എതിരേറ്റ് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ സർവമംഗളസ്വരൂപനായ ഭഗവാൻ മംഗളവാദ്യങ്ങളോടുകൂടി ആ ദ്വാരകാപുരിയിലേക്കാണ് പ്രവേശിച്ചു. യേവം കൃഷ്ണ വിജയം ശങ്കരേണ ച സംയുഗം സംസ്മരേൽ പ്രാതരുത്ഥായ ന തസ്യ സ്യാൽ പരാജയ. ഇപ്രകാരം ശ്രീകൃഷ്ണനും ശിവനും തമ്മിലുണ്ടായ യുദ്ധത്തെയും ശ്രീകൃഷ്ണ ജയത്തെയും കാലത്തെഴുന്നേറ്റ ഉടനെ ഭക്തിപൂർവം ആര് സ്മരിക്കുന്നുവോ അവന് സർവത്ര വിജയം സിദ്ധിക്കും, തോൽവി ഉണ്ടാവില്ല എന്നുള്ളത് ഫലശ്രുതിയും കൂടി പറഞ്ഞു. ഇതി ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ അനിരുദ്ധാനയനം നാമ 63തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 63ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെയും മഹാദേവന്റെയും ശ്രീപാദങ്ങളില് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.